അങ്ങനെ ഗായ്സ് നമ്മള് എവിടെയുള്ള കേളകത്ത് ഒരു ഹോട്ടലിലാണ് കേട്ടോ ഉള്ളത്. അതായത് ഇവിടെ ബിരിയാണിക്ക് വെച്ചാൽ 100 രൂപയായിരുന്നു. 100 രൂപക്ക് 2 പീസ്. ആ എനിക്കെന്താ വിശ്വാസമാകുന്നില്ലേ? നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. 100 രൂപയേ ഉള്ളൂ കേട്ടാ. ഇതാണ് കട. മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് എവിടെ വിലക്കുറവുണ്ട് അവിടെ കയറി നിരങ്ങും. ഞാൻ അറിയില്ലായിരുന്നു, ഞാൻ മലയാളിയല്ലല്ലോ. നീ അരപ്പാളിയാ. ഇങ്ങോട്ടൊക്കെ അവിടെയൊക്കെ ഇരിക്കട്ടോ, നല്ല സ്ഥലമാണ്. നമ്മള് പിന്നെ എന്താ പറയാ, അവിടെ ഇങ്ങോട്ടും അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, വരിക കഴിക്കുക വീണ്ടും വരിക, വരിക കഴിക്കുക വീണ്ടും വരിക. ഗൈസ് കുപ്പിയും ഗ്ലാസ് വെത്തി സൈഡിലൂടെ ഒഴിക്കണം എന്ന് എന്നോട് വിഷ്ണു ചേട്ടി പറഞ്ഞു. ബിയറല്ല അത്. ബിരിയാണി വരുമ്പോ എടുക്കാം ബാക്കി. ഗൈസ് ബിരിയാണി വന്നിട്ടാ. 5 പ്ലേറ്റിലേക്ക് കൊട്ടാൻ നോക്കുന്നതാ. തട്ട് തട്ട് തട്ട്. എത്ര പീസ് ഉണ്ട്? അത് മൊത്തം പോയേനെ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. മുട്ടയുണ്ട് ഗൈസ്. മുട്ടയൊന്നുമില്ല. മുട്ടയുണ്ട്, മുട്ടയുണ്ട്. എവിടെ? വിഷ്ണുചേട്ടി 100 രൂപേൻ്റെ അല്ലല്ലോ. അങ്ങനെ ഗൈസ് മുട്ടയുണ്ട് കേട്ടോ. 2 പീസ് ഉണ്ട്. ശരിയാ, 2 പീസ് ഉണ്ട്. അല്ല, ഒരു പാട്ട നിറച്ച് അച്ചാർ, നല്ല മാങ്ങ അച്ചാറാണല്ലേ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. ഞാൻ ടേസ്റ്റ് പറഞ്ഞില്ല. ടേസ്റ്റ് പറ വേഗം. ഇതിൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല, വായനൊക്കെ വെള്ളം വരും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ അറിയാ. ഫൈനൽ ഘട്ടം. അതിലെല്ല് പോലും ഇല്ല.